ഓക്കെ, നമ്മുടെ മോഡൽ എക്സാമിൻ്റെ ഒന്നാമത്തെ ചോദ്യമാണിത്. ചോദ്യം: ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ പാസിംഗ് ത്രൂ ദ പോയിൻറ്റ്സ് 0, 0, 10, 0, 0, 4. അപ്പോൾ നമ്മളിത് രണ്ട് മെത്തേഡിൽ നമുക്ക് ചെയ്യാം. അതിൽ ഒരു മെത്തേഡ് ഇപ്പോൾ നോക്കാം. ഫസ്റ്റ് പോയിൻ്റ് ഒന്ന് നോക്കി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പോയിൻ്റ് 0, 0 ഇത് ഒറിജിനാണ്. 10, 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് കോർഡിനേറ്റ് 10ഉം വൈ കോർഡിനേറ്റ് 0യും ആണ്. അതായത് ഇത് എക്സ് ആക്സിസിലെ പോയിൻ്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി 0, 4, അപ്പോൾ ഇവിടെ വൈ കോർഡിനേറ്റ് 4, എക്സ് കോർഡിനേറ്റ് 0. എക്സ് കോർഡിനേറ്റ് 0 വരുമ്പോഴത്തേക്ക് ഇത് ഇവിടുത്തെ പോയിന്റ് വൈ ആക്സിസിലെ പോയിൻ്റാണ്. അപ്പോൾ തന്നിരിക്കുന്ന 3 പോയിന്റിനും പ്രത്യേകതയുണ്ട്. ഒറിജിനാണ് ഒരെണ്ണം എക്സ് ആക്സിസിലെ പോയിൻ്റാണ്, ഒരെണ്ണം വൈ ആക്സിസിലെ പോയിൻ്റാണ്. അപ്പോൾ നമ്മൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഫിഗർ വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫിഗർ ഏകദേശം ഇങ്ങനെ ഇരിക്കും. ഒറിജിനിലും എക്സ് ആക്സിസിലെ 10, 0യിലും വൈ ആക്സിസിലെ 0, 4ലും കൂടെ പാസ് ചെയ്യുന്ന ഈ സർക്കിളിൻ്റെ ഇക്വേഷനാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ നമുക്കറിയാം, സർക്കിളിൻ്റെ ഇക്വേഷൻ എഴുതണമെങ്കിൽ സർക്കിളിൻ്റെ സെൻറ്ററും വേണം, റേഡിയസും വേണം. അപ്പോൾ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ 90 ഡിഗ്രി ആണെന്നറിയാം. അപ്പോൾ ഇത് ഓൺ ദ സർക്കിൾ, ഇപ്പോൾ പേര് കൊടുക്കുകയാണെങ്കിൽ എ ബി എന്നൊരു പേര് ഞാൻ എയും ബിയും കൊടുത്തു. ഇവിടെ ഓൾറെഡി ഒറിജിൻ്റെ കോർഡിനേറ്റ് 0, 0 നമുക്കറിയാം. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ ഇവിടുത്തെ ഓയിലെ ആംഗിൾ 90 ഡിഗ്രി ആണ്. നമുക്കറിയാവുന്നൊരു കാര്യം എന്താ, 10ാം ക്ലാസ്സിൽ നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ട്, ആംഗിൾ ഓൺ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി. അപ്പോൾ ഇവിടെ 90 ഡിഗ്രി ആണെങ്കിൽ ഈ എയും ബിയും കൂടെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? സർക്കിളിൻ്റെ ഡയമീറ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ സർക്കിളിൻ്റെ സെൻറ്റർ ഏതായിരിക്കും? ആ ഡയമീറ്ററിൻ്റെ മിഡ് പോയിൻ്റ് അല്ലേ സെൻറ്റർ. അപ്പോൾ സെൻറ്റർ കിട്ടാനുള്ള പരിപാടിയായി എന്താണ്? എ 10, 0, ബി 0, 4. അപ്പോൾ സെൻറ്റർ എന്ന് പറയുന്നത് ഏതാ? മിഡ് പോയിൻ്റ്. അപ്പോൾ 2 പോയിൻ്റ് കിട്ടി കഴിഞ്ഞാൽ മിഡ് പോയിൻറ്റിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? x1 + x2/2. അപ്പോൾ ഇവിടുത്തെ 10ഉം എക്സ് കോർഡിനേറ്റ് 10ഉം എക്സ് കോർഡിനേറ്റ് 0യും കൂടെ ആഡ് ചെയ്യുക /2. വൈ കോർഡിനേറ്റ്സ് y1 + y2/2. അപ്പോൾ 0 + 4/2. 10 + 0, 0, 10 ആണ്. 10/2 എന്ന് പറയുമ്പോൾ 5 വരും. 0 + 4, 4 ആണ്. 4/2 എന്ന് പറയുമ്പോൾ 2 വരും. അപ്പോൾ സെൻറ്റർ കിട്ടി. അപ്പോൾ ഇനി റേഡിയസും കൂടെ മതിയല്ലോ. അപ്പോൾ ഈ സെൻറ്ററിൻ്റെ കോർഡിനേറ്റ് 5, 2 എന്നുണ്ട്. സെൻറ്ററിൽ നിന്ന് എയിലേക്കോ ബിയിലേക്കോ ഇനിയിപ്പോൾ ഒറിജിനിലേക്കോ ഏതെങ്കിലും ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതി. ഏത് കണ്ടുപിടിച്ചാലും കിട്ടുന്നത് എന്ത് തന്നെ? റേഡിയസ് തന്നെ. അപ്പോൾ റേഡിയസ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ തൽക്കാലം M 5, 2 ക്യാപിറ്റൽ A 10, 0 എടുത്തിട്ട് M തൊട്ട് A വരെയുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഇക്വേഷൻ അറിയാമല്ലോ, √x2 - x1 the whole square, x2 - x1 the whole square plus y2 - y1 the whole square. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് x1, y1, സെക്കൻഡ് പോയിൻ്റ് x2, y2. അപ്പോൾ x2 - x1 എന്ന് പറയുമ്പോൾ 10 - 5 the whole square plus 0 - 2 the whole square. 10 - 5 എന്ന് പറയുമ്പോൾ 5 സ്ക്വയർ വരും. 0 - 2 എന്ന് പറയുമ്പോൾ -2ൻ്റെ സ്ക്വയർ വരും. √25 + 4 √29 എന്ന് വരും. അപ്പോൾ സെൻറ്ററും കിട്ടി, റേഡിയസും കിട്ടി. ഇക്വേഷൻ എഴുതാം. അപ്പോൾ സെൻറ്ററിൻ്റെ കോർഡിനേറ്റ് സെൻറ്ററാണ് M എന്ന് പറഞ്ഞാൽ 5, 2 ആണ് ഇവിടെ. റേഡിയസ് എന്ന് പറയുന്നത് √29. അപ്പോൾ സെൻറ്ററിൻ്റെ കോർഡിനേറ്റ് HK ആയിട്ട് എടുക്കുക, റേഡിയസിൻ്റെ ആറായിട്ട് എടുക്കുക. ഇക്വേഷൻ ഓഫ് സർക്കിൾ എന്താണ്? ഇക്വേഷൻ ഓഫ് സർക്കിൾ x - h the whole square plus y - k the whole square is equal to r². അപ്പോൾ x - hൻ്റെ വാല്യൂ 5 ആണ്. x - 5 the whole square plus y - 2 the whole square is equal to √29ൻ്റെ സ്ക്വയർ. നമുക്കിതൊന്ന് a - b the whole square വെച്ച് എക്സ്പാൻഡ് ചെയ്യാം. a² - 2ab + b². ഇവിടെയും a - b the whole square. അപ്പോൾ a² - 2ab + b² ഈസ് ഈക്വൽ ടു √29ൻ്റെ സ്ക്വയർ 29 എന്ന് വരും. ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ x² ആദ്യം, y² രണ്ടാമത്, എക്സിൻ്റെ ടേം ഇവിടെ 2 × 5 10 × x 10x മൈനസ് ആണ്. അപ്പോൾ -10x. വൈയുടെ ടേം 2 × 2 4y മൈനസ് ആണ്. അപ്പോൾ -4y. നമ്പേഴ്സായിട്ട് ഇവിടെ ഒരു +5² 25ഉം വരും, 2² 4ഉം വരും. ഇതും കൂടി ഇപ്പുറത്തേക്ക് എടുത്താൽ -29 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇക്വേഷൻ x² + y² -10x -4y. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 29 വരില്ലേ? 29 - 29 0 ആയി പോകത്തില്ലേ? അപ്പോൾ റൈറ്റ് സൈഡ് 0.
അപ്പോൾ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 10x മൈനസ് 5x ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ഇത് സെക്കൻഡ് മെത്തേഡ് ഉണ്ട്, അത് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം.